പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ജീവിതത്തിലെ നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ആലോചിച്ചിട്ടേ മനസ്സെപ്പോയെങ്കിലും പതറിപ്പോയിട്ടുണ്ടോ? എന്നാലേ ഈ കണ്ട പടപ്പുകളെ മുഴുവനും പടച്ചോനെ പടക്കാൻ കാരണക്കാരനായ ഒരു പടപ്പുണ്ട്, പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പടപ്പിനെ അള്ളാഹു കൊടുത്ത സങ്കടങ്ങൾക്ക് ഒരു കണക്കുമില്ല. മുത്തുനബിയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലേ തീരാവുന്ന സങ്കടങ്ങളെ പടച്ചോ നമുക്ക് തന്നിട്ടുള്ളൂ. എങ്ങനെയാണെന്നറിയോ? ബാപ്പ മരിച്ച ഒരു കുട്ടി ഞാൻ എത്തിയമായി എന്നുള്ള സങ്കടമാണോ പറയുന്നത്? ആ കുട്ടി ചെയ്യേണ്ടതേ മുത്തുനബിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ജനിക്കുന്ന സമയത്തെ പൊന്നുപ്പാൻ്റെ മുഖം പോലും കാണാൻ ഭാഗ്യം കിട്ടാത്ത പൊന്നുമോനായിരുന്നു അത്. ഉമ്മ മരിച്ച സങ്കടം പറയുന്ന ആളാണ്. 6-ാമത്തെ വയസ്സിലെ പ്രിയപ്പെട്ട ഉമ്മയും യാത്ര ചോദിച്ചു. എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവൂലേ ആ ബാല്യം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് ബാപ്പമാരുടെ ചുണ്ടുവിരലും പിടിച്ച് അങ്ങാടികളിലൂടെ തുള്ളിച്ചാടി നടന്നിട്ടേ ഓരോ സാധനത്തിനും ചൂണ്ടിയിട്ട് അത് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോഴേ മനസ്സെത്ര നൊമ്പരപ്പെട്ടിട്ടുണ്ടാവൂലേ കണ്ടിട്ട്. എൻ്റെ വാപ്പുണ്ടായിരുന്നെങ്കിലേ എനിക്കും സ്വാതന്ത്ര്യത്തോടെ പലതും ആവശ്യപ്പെടാമായിരുന്നു. ആ കുഞ്ഞുബാലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. ഉമ്മമാരെ മക്കളെങ്ങനെ അണച്ചുകൂട്ടി പിടിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിലേ എന്നെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ നെറുനെറ്റിയിൽ ചുംബനം നൽകുമായിരുന്നേനെ എന്നേ കണ്ണ് നിറഞ്ഞിട്ട് ആലോചിച്ചിരുന്നിട്ടുണ്ടാവണം. 6 വയസ്സല്ലേ പ്രായമുള്ളൂ. 6 വയസ്സാകുമ്പോഴേ തന്നെ ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ആ ബാല്യത്തിൻ്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീരുന്നില്ല. അങ്ങനെ ബാല്യവും കൗമാരൊക്കെ കഴിഞ്ഞു. ജീവിതത്തിലേക്ക് തൻ്റെ നല്ല പാതിയെ കൂടെ കൂട്ടി ജീവിതം ഇങ്ങനെ സന്തോഷത്തോടെ തൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കുസുമങ്ങളെ സമ്മാനം കൊടുത്തു. മക്കൾ മരിച്ചതിൻ്റെ ദുഃഖം പറയുന്ന ആളാണ് നിങ്ങൾ? ആറ്റുനൂറ്റ് പടച്ചോൻ തന്ന ആറ്റക്കനി മരിച്ചുപോയി എന്നുള്ള സങ്കടം പറയുന്ന ആളാണോ നിങ്ങൾ? എന്നാലേ പടച്ചോൻ കൊടുത്ത 3 ആൺമക്കളും ബാല്യത്തിൽ തന്നെ മരിച്ചു പോയ പിതാവാണ് പൊന്നു മുസ്തഫ. അവിടെയും തീരുന്നില്ല. മുത്തുനബി വഫാത്താക്കുന്ന സമയത്തെ 4 പെൺമക്കളിലെ ഫാത്തിമ ബീവി മാത്രമാണ് ബാക്കിയായത്. മറ്റവരൊക്കെ മരിച്ചു പോയിരുന്നു. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചു വിട്ട മകളെ തലാക്ക് ചൊല്ലിയിട്ട് എൻ്റെ മോള് വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ള സങ്കടം പറയുന്ന ആളാണോ? എന്നാൽ ഓരോ സമയത്ത് തന്നെ പടച്ചോനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ തുനിഞ്ഞതിൻ്റെ പേരിലേ 2 മക്കളെയും 2 പെൺകുട്ടികളെയും ഒരേ സമയത്ത് ത്വലാക്ക് ചൊല്ലപ്പെട്ടവരായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ആ മുത്തല്ലഖത്തായ കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ടി വന്ന സങ്കടത്തിൻ്റെ പേരാണ് മുഹമ്മദ് നബി. ഭാര്യ മരിച്ചതിൻ്റെ സങ്കടം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള സങ്കടമുള്ള ആളാണ് നിങ്ങൾ? അവിടെയും നിങ്ങൾക്ക് നോക്കാനുള്ളത് ആ ജീവിതം തന്നെയാണ്. തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച, തനിക്ക് ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സഹോദര സഹോദരിമാരുടെയൊക്കെ സ്നേഹേ ഒരുപോലെ തന്ന ആളായിരുന്നു ഖദീജുമ്മ. തൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ അവരും യാത്ര ചോദിച്ചു. തീരുന്നില്ല. അതേപോലെ സപ്പോർട്ട് കൊടുത്ത ആളായിരുന്നു വല്ലിപ്പ. വല്ലിപ്പയും അതേ വർഷം തങ്ങളോട് യാത്ര ചോദിക്കുന്നുണ്ട്. അവിടെയും സങ്കടം തീരുന്നില്ല കേട്ടോ. കുടുംബക്കാരെ, നിങ്ങളോട് വലിയ ലോഗ്യമൊന്നുമില്ല, അകലം പാലിക്കുന്നു എന്നുള്ള പരാതിയാണോ? എന്നാലേ ആരില്ലാത്ത തന്നെ കൂടെ നിർത്തേണ്ടുന്ന പ്രിയപ്പെട്ട മൂത്താപ്പ തന്നെയാണ് ജനമധ്യത്തിൽ വെച്ച് ആദ്യമായിട്ട് ആക്ഷേപങ്ങളെ കൊണ്ട് മൂടുന്നത്. എത്ര ടെൻഷൻ അടിച്ചേക്കൂല്ലേ?
അവിടെയും അവസാനിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടുകാർ മുഴുവനും വിളിച്ചത് അൽ അമീൻ എന്നാണ്. പേര് പോലും അവർ മുഴുമിച്ച് വിളിക്കുന്നില്ല, ഓമന പേരിട്ട് വിളിക്കുകയാണ്. അത്ര ഇഷ്ടമായിരുന്നു അവർക്ക് ആ ചെറുപ്പക്കാരനോട്. എന്നാലേ ഇഷ്ടപ്പെട്ട അതേ നാട്ടുകാർ തന്നെ പിന്നെ കഷ്ടപ്പെടുത്തിയ ചരിത്രമാണ് പേജുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കടത്തോടെയല്ലാതെ വായിക്കാൻ പറ്റൂല. പടച്ചോനെ പറഞ്ഞ് ചെന്നിടങ്ങളിലൊക്കെ പച്ചപ്പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കല്ലെറിഞ്ഞും കൂകി വിളിച്ചും ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും നാട്ടുകാരെ വേദനിപ്പിച്ച ചരിത്രങ്ങളാണ് കൂടുതലുള്ളത്. ഇനി എൻ്റെ നാട്ടിൽ നാട്ടുകാരെന്നെ നിൽക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് പാവപ്പെട്ട പലസ്തീനികളെപ്പോലെ സങ്കടം പറയുന്നവരാണ് നിങ്ങൾ. ജനിച്ച നാടും വീടും കൂട്ടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ടേ മറ്റൊരു നാട്ടിലേക്ക് രാത്രിയുടെ ഇരുളിൻ്റെ മറപറ്റി യാത്ര പോകേണ്ടി വന്ന സങ്കടത്തിൻ്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ആ ജീവിതത്തിൻ്റെ പേജുകളൊന്നും ഇങ്ങനെ മറിച്ചു നോക്കുക. നാളെ മശറയിലെ നമ്മൾ പടച്ചോൻ തരാത്തതിനെക്കുറിച്ചും പടച്ചോൻ തന്നതിനെ തിരിച്ചെടുത്തതിനെക്കുറിച്ചും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പടച്ചോൻ പറയും, ഈ കണ്ട പടപ്പുകളൊക്കെ ഞാൻ പടച്ചതേ ഈ കാണുന്ന എൻ്റെ ഹബീബിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഹബീബിനോളം ഞാൻ നിങ്ങളാരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് എന്താ പറയാണ്ടാവുക? അതുകൊണ്ടേ ആ ജീവിതം കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും അവിടെ മാത്രമാണ് പരിഹാരം. അസ്സലാമു അലൈക്കും.